കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പോലീസ് സംരക്ഷണം നൽകാൻ ഹൈക്കോടതി ഉത്തരവ്. എതിർകക്ഷികളായ CPM ജില്ലാ സെക്രട്ടറി AK രാജീവ് അടക്കമുള്ളവർക്ക് കോടതി നോട്ടീസ് അയച്ചു. CPM ചടങ്ങ് അലങ്കോലപ്പെടുത്തുമെന്ന സംശയമുള്ളതിനാലാണ് കോടതിയെ സമീപിച്ചതെന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. പുറത്താക്കൽ നടപടി വന്ന ശേഷം മൈസൂർ മേഖലയിൽ കുഞ്ഞികൃഷ്ണനുള്ള പിന്തുണ പാർട്ടിയിൽ കൂടിവരികയാണ്. ബുധനാഴ്ച വൈകിട്ട് 4:30 പയ്യന്നൂർ ഗാന്ധി പാർക്കിലാണ് പുസ്തക പ്രകാശന ചടങ്ങ്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ വീടിന് മുന്നിൽ പടക്കം പൊട്ടിച്ചും പ്രകടനം നടത്തി കമ്മീഷന്റെ CPM പ്രകടനവും അനുകൂലമാക്കുന്നതാണ് കുഞ്ഞികൃഷ്ണന്റെ ആശങ്ക. ഇതോടെയാണ് സുരക്ഷ ആവശ്യപ്പെട്ട് റൂറൽ SP പരാതിയും പിന്നീട് ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തത്. കണ്ണൂർ കലക്ടർ, ജില്ലാ പോലീസ് മേധാവി, CPM ജില്ലാ സെക്രട്ടറി AK രാജേഷ്, പയ്യന്നൂർ MLA CI മധുസൂദനൻ, ഏരിയ സെക്രട്ടറി സന്തോഷ് എന്നിവർ എതിർകക്ഷിയായാണ് ഹർജി നൽകിയത്. പുസ്തക പ്രകാശന ചടങ്ങ് അലങ്കോലപ്പെടാതിരിക്കാനുള്ള ഒരു പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെടണം എന്ന രീതിയിൽ പലരും പറയുകയുണ്ടായി. അത് ഈ പുസ്തക പ്രസാധന ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം മറ്റൊരു കാര്യത്തിനും പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടിട്ടില്ല. കുഞ്ഞികൃഷ്ണന്റെ അനുകൂലമായി വീണ്ടും വെള്ളൂർ കിഴക്കുപാട് ഭാഗത്ത് പ്രൊഫസർ ഇന്നലെ കൊറോണ ലോക സമിതി കീഴിലുള്ള പുസ്തക ബ്രാഞ്ച് യോഗം ഭൂരിപക്ഷം പേരിൽ പ്രകടിപ്പിച്ചു. 17 ബ്രാഞ്ചിൽ 5 പേർ മാത്രമാണ് യോഗത്തിലെത്തിയത്. യോഗം ചേരാനാകാതെ ഏരിയ കമ്മിറ്റി അംഗം മടങ്ങിപ്പോയി. മറ്റൊരു കോഴിക്കോട് 25 ലക്ഷം ആവശ്യമുണ്ട്. കണ്ണൂർ DPCയുടെ നേതൃത്വത്തിൽ പയ്യന്നൂരിൽ സത്യഗ്രഹം നടത്തി. ഉദ്യോഗസ്ഥരെ വിളിച്ചത് ഇരിക്കൂർ MLA സജീവ് ഉദ്ഘാടനം ചെയ്തു. ഒട്ടേറെ കോൺഗ്രസ് പ്രവർത്തകർ അണിനിരന്നു. കോൺഗ്രസ് പാർട്ടിയുടെ എങ്ങോട്ടുമില്ലെന്ന ശ്രദ്ധയിൽപ്പെടുത്തി വർഗീയതയ്ക്കും ഭിന്നിപ്പിക്കുന്നതിനെതിരെ രാജ്യത്ത് വരുന്ന ശക്തമാണ് രാഹുൽ ഗാന്ധിയുടേതെന്ന് ഹൈക്കമാൻഡുമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കേരളത്തിലെത്തിയ റിപ്പോർട്ട്. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ശ്രദ്ധിച്ചിരുന്നതും പാർട്ടിയുടെ മുഖമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. ജീവനോധനങ്ങൾ